ഓൾ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും പിന്നെ വീട്ടിൽ കറിയൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇനി കറി ആവശ്യമില്ല. കറിയില്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയായിരിക്കും. അപ്പോൾ ഇതിനും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഫസ്റ്റ് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടി വെച്ചിട്ട് ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് ആദ്യം മൈദ എടുക്കുക. അപ്പോൾ മൈദ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അങ്ങനെ ഇപ്പോൾ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനൊരു മുഴുവനായിട്ടുള്ള തേങ്ങ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഹാഫ് പോർഷനാണ് കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ അത് മൊത്തമായിട്ട് ചിരകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ആവശ്യം. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രമാണ് അതിൻ്റെ ഫില്ലിങ്. പിന്നെ വേറെ കറിയൊന്നും ആവശ്യമില്ല. അങ്ങനെ ഫില്ലിങ് റെഡിയായി. ഇനി നേരെ ദോശ ഒന്ന് ചുട്ടെടുക്കലാണ്. ചുട്ടെടുത്തപ്പോൾ ആ ചൂടോടെ വേണം ഫില്ലിങ് ഇട്ടെടുക്കാൻ. അപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് തെരടേന്നാണ്. അപ്പോൾ നിങ്ങളെ ഭാഗത്തെല്ലാം ജസ്റ്റ് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പം ദോശൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പം ഫ്രൈ പാനിലും നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ നല്ലപോലെ ചുറ്റിച്ച് വളരെ നൈസായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടും. നെക്സ്റ്റിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ തന്നെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ നല്ല ട്രഡീഷണലാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.